പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 3-ാം ദിനം തൻ്റെ ഭർത്താവിനെയും മക്കളെയും തന്നാലാവും വിധം നന്നായി നോക്കിയ ഒരു വീട്ടമ്മ തിരിച്ച് വേണ്ടത്ര സ്നേഹമോ പരിചരണമോ ലഭിക്കാത്തതിനാൽ മനസ്സുമടുത്ത് ആത്മഹത്യ ചെയ്തു. മരിക്കും മുമ്പ് അവർ ഇപ്രകാരം കുറിച്ചു വെച്ചു: ഇത്രനാൾ കൂടെയുണ്ടായിട്ടും ഇത്രമേൽ സ്നേഹിച്ചിട്ടും കരുതിയിട്ടും തിരിച്ച് നല്ലൊരു വാക്കുപോലും പറയാത്ത നിങ്ങൾക്ക് നന്ദിയോടെ വിട. ആ അമ്മയുടെ മൃതദേഹത്തിനരികത്തേക്ക് കയ്യിൽ ഒരു പേപ്പറും പിടിച്ച് ഒരു മകൻ വന്നു. അമ്മയെക്കുറിച്ച് ആ പേപ്പറിൽ അവൻ ഇപ്രകാരം എഴുതിയിരുന്നു: അമ്മേ, നിങ്ങൾ ഒത്തിരി മാധുര്യമുള്ളവളാണ്, നിങ്ങൾ ഒത്തിരി സ്നേഹമുള്ളവളാണ്, ഒരുപാട് കരുതലുള്ളവളാണ്. പക്ഷേ ഞങ്ങൾക്കത് വേണ്ടവണ്ണം തിരിച്ചറിയാനായില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടപ്പോൾ പറഞ്ഞില്ലെങ്കിൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടപ്പോൾ ചെയ്തില്ലെങ്കിൽ, ജീവിതകാലം മുഴുവൻ കുറ്റബോധത്തിൻ്റെ ഭാരം ചുമന്ന് നടക്കേണ്ടി വരും. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ട പൂക്കൾ നാം അയാൾ മരിക്കുന്നതുവരെ കാത്തുവയ്ക്കും. മരിച്ചവർക്ക് പൂക്കളുടെ ആവശ്യമില്ലെന്നറിയുക. ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി കത്തിക്കേണ്ട മെഴുകുതിരികളൊക്കെ അവർ മരിക്കുന്നതുവരെ നമ്മൾ കാത്തുവയ്ക്കുന്നു. കല്ലറയ്ക്ക് പുറത്തെ മെഴുകുതിരി കാണാൻ കല്ലറയ്ക്കകത്തെ ആളിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുമോ? അടുത്ത് നിൽക്കുന്നയാളുടെ ഹൃദയമറിയാൻ അയാൾ അകലുന്നതുവരെ കാത്തിരിക്കുന്നത് എന്തിനാണ്? ഒരാളെ ഹൃദയം കൊണ്ട് തൊടേണ്ടത് അയാൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്പർശനം അയാൾക്കാവശ്യമില്ലല്ലോ. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് പറയാത്ത പ്രിയവാക്കും ചെയ്യാത്ത പ്രിയമാർന്ന പ്രവൃത്തികളും നമ്മുടെ നെഞ്ചിൽ കയ്പായി കെട്ടിക്കിടക്കാതിരിക്കട്ടെ. പറയാനുള്ള നല്ല വാക്കുകളും ചെയ്യുവാനുള്ള നല്ല പ്രവൃത്തികളും ഇന്നു തന്നെ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.